സ്നേഹം സകല ഭയങ്ങളെയും ഇങ്ങനെ ബാഷ്പീകരിക്കുന്നു, ഇല്ലാതെയാക്കുന്നൊക്കെ എന്നുള്ള അർത്ഥത്തിൽ യോഹന്നാൻ എഴുതുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ തോന്നുന്നു സ്നേഹമാണ് എല്ലാ ഭയങ്ങളെയും ട്രിഗർ ചെയ്യുന്നത്. വളരെ വ്യക്തമായിട്ട് യോഹന്നാനത് പറയുന്നുണ്ട് കേട്ടോ. പൂർണ്ണ സ്നേഹം, അത് അഗാപ്പ എന്ന് പറഞ്ഞ സംഭവമാണ്. അവിടം വരെ എത്താത്ത സാധു മനുഷ്യരായതുകൊണ്ട്, സ്നേഹത്തിൽ ഇപ്പോഴും ഇങ്ങനെ കുട്ടിപ്പാദങ്ങൾ വെച്ച് നടക്കുന്നവരായതുകൊണ്ട്, ഇടറി വീഴുന്നവരായതുകൊണ്ട് നമ്മുടെ സ്നേഹത്തിന് ഉള്ള അപൂർണതയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ വിചാരം. അതിനകത്ത് എപ്പോഴും ഒരു ഭയമുണ്ട്. കാരണം വല്ലപ്പോഴുമൊക്കെയാണ് സ്നേഹത്തിൻ്റെ ഒരു തുരുത്ത് നമ്മൾ കാണുന്നത്. ആ തുരുത്ത് ഇങ്ങനെ കടലെടുക്കുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ അഭയമറ്റവരായിട്ട് മാറുന്നു. പിന്നെ ജീവിതവും കാലവുമൊക്കെ ചലനം തെറ്റ് പോകുന്നു. ഒരു ചെറിയ കാലത്തിലെങ്കിലും ഒരു സ്നേഹാനുഭവം ഉണ്ടായ എല്ലാ മനുഷ്യർക്കും അറിയാം ആ സ്നേഹനിരാശത്തിന് ശേഷം അവർക്ക് സംഭവിക്കുന്ന ദുര്യോഗം. അവർക്കിങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് ഒരു കാരണമില്ലാതെയായിട്ട് മാറുന്നു. അപ്പോൾ മനുഷ്യന് ഭയമാണ്. ഏറ്റവും കുറവ് കണ്ടിട്ടുള്ളത് കൊണ്ടും ഏറ്റവും കുറവ് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടും ഇതിൻ്റെ മീതെ 101% നോക്കിയിരിക്കേണ്ട ബാധ്യതയുണ്ട്. കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് നോക്കേണ്ട ബാധ്യതയുണ്ടെന്നൊക്കെ ഓർത്തിട്ട് മനുഷ്യർ അതിനകത്ത് വല്ലാതെ മുറുകുന്നുണ്ട്, വല്ലാതെ തകർന്നു പോകുന്നുണ്ട്. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ എല്ലാ ഭയങ്ങളും അവസാനിക്കാനായിട്ട് സ്നേഹത്തിൻ്റെ ഒരു സമൃദ്ധിയിൽ ഈ ഭൂതലം ഇങ്ങനെ നിറഞ്ഞ് കവിയണം. ഈ കുടങ്ങളിലൊക്കെ കവിയുന്ന കണക്കാണ്. അപ്പോൾ ഈ കവിഞ്ഞൊഴുകുന്ന ഒരു സ്നേഹത്തിൻ്റെ പാൽനുര ഇങ്ങനെ ഭൂമിയിൽ പതിഞ്ഞ് ഒഴുകാത്തിടത്തോളം കാലം മനുഷ്യ അതിൻ്റെ ആശങ്കകളിലും ഭീതികളിലും വല്ലാതെ വലിഞ്ഞു മുറുകും. അബൻഡൻസ് എന്നൊരു പദം അങ്ങനെയാണ് നമ്മുടെ ബോധത്തിലേക്ക് തെളിയുന്നത്. അതിന് സമൃദ്ധമായിട്ട് കൊടുക്കുക. നമുക്ക് അറിയാം, അവൻ പറഞ്ഞിട്ടുള്ള നമ്മൾ വല്ലാതെ വിളിച്ച് കളയുന്നൊരു വാക്കുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ജീവൻ നൽകാനും ജീവൻ സമൃദ്ധമായിട്ട് നൽകാനും വേണ്ടിയാണ്. യേശുവുമായി ബന്ധപ്പെട്ട് ഏതൊരാൾക്കും ഈ സമൃദ്ധമായിട്ട് കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇങ്ങനെ മതിയാവളം കൊടുക്കുക, ഇങ്ങനെ ഉള്ളു ശൂന്യമാകുന്ന വിധത്തിൽ കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒന്നാണ്.